ഹ്യൂമാനിറ്റീസ് കഫേയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് +1 സോഷ്യോളജിയുടെ ഫസ്റ്റ് ചാപ്റ്ററാണ്, സോഷ്യോളജി ആൻഡ് സൊസൈറ്റി. ഈ ചാപ്റ്ററിൻ്റെ മൂന്നാമത്തെ പാർട്ടാണ് ഈ ഒരു വീഡിയോ. ഓക്കെ, നമുക്ക് ഈ ഒരു ക്ലാസ്സിലൂടെ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മുടെ സോഷ്യോളജി ഒരു സബ്ജക്റ്റായിട്ട് ഡെവലപ്പായി വരാൻ കാരണമായ രണ്ട് ആശയങ്ങളെ പറ്റിയിട്ടാണ്. അതിലൊന്നാമത്തേതാണ് ഇൻ്റലക്ച്വൽ ഐഡിയാസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ടോപ്പിക്കിനെ ശ്രദ്ധിക്കൂ. ഇൻ്റലക്ച്വൽ ഐഡിയാസ് ദറ്റ് വെൻറ്റ് ഇൻ ടു ദ മേക്കിംഗ് ഓഫ് സോഷ്യോളജി. സോഷ്യോളജിനെ അങ്ങനെ ഒരു വിഷയമായി ഡെവലപ്പ് ചെയ്യുന്നതിൽ സഹായകമായ ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ആശയങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മളിവിടെ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. എവിടെ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സയൻറ്റിഫിക് തിങ്കിങ് ഇതിലൊരു കാരണമാണ്. അതായത് നമ്മുടെ വെസ്റ്റേൺ ആയിട്ടുള്ള മീൻസ് പാശ്ചാത്യ ദേശത്തെ കുറേ തത്വചിന്തകന്മാരുണ്ട് അല്ലേ. ഫോർ എക്സാമ്പിൾ അഗസ്റ്റ് കോംതെ, കാറൽ മാർക്സ്, ഹെർബർട്ട് സ്പെൻസർ, ഇങ്ങനെയുള്ള ഒരുപാട് സോഷ്യോളജിസ്റ്റുകൾ സോഷ്യൽ ആന്ത്രോപോളജിസ്റ്റുകൾ, ഓക്കെ, ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർ അല്ലേ, ഇത് ഒത്തിരി പേര് ഇങ്ങനെയുള്ള വെസ്റ്റേൺ തിങ്കേഴ്സിൻ്റെ ആശയങ്ങൾ, ഓക്കെ, അവരുടേതായിട്ടുള്ള സയൻറ്റിഫിക് തിങ്കിങ്സ്, ഇതെല്ലാം എന്താ പറയുക, സോഷ്യോളജി അങ്ങനെ ഒരു വിഷയമായി വരാൻ വേണ്ടിയിട്ട് കാരണമൊരുക്കിയ ഒരു ആശയങ്ങളായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പറയുന്നൊരു കാര്യമാണ് ഫ്രഞ്ച് റവല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഫ്രഞ്ച് റവല്യൂഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ. എന്താണ് 1789 നമ്മുടെ ഫ്രാൻസിലുണ്ടായ റവല്യൂഷനാണ് ഫ്രഞ്ച് റവല്യൂഷൻ. അതിൻ്റെ 3 പ്രിൻസിപ്പിൾസാണ് അതിൻ്റെ ഏറ്റവും 3 ബേസിക് പ്രിൻസിപ്പിൾസ് ആയിട്ട് പറയുന്നതാണ് ലിബർട്ടി, ഈക്വാലിറ്റി, ഫ്രറ്റേണിറ്റി, അഥവാ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന് പറയുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ ആ ഫ്രഞ്ച് റവല്യൂഷനൊക്കെ നടക്കുന്ന അല്ലെങ്കിൽ ഫ്രഞ്ച് വിപ്ലവമൊക്കെ ഇതിലൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് ഈ ഒരു ഇൻ്റലക്ച്വൽ ഐഡിയാസിൽ. പിന്നെ പറയേണ്ട ഒരു കാര്യമാണ് എൻലൈറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് കേട്ടോ. എൻലൈറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അത് നിങ്ങൾ 10ൽ എവിടെയൊക്കെ കേട്ടിട്ടുള്ള വേർഡാണല്ലേ. എൻലൈറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ എന്താണ്, ഒരു പുതിയ ഒരു ഇറ എന്നാണ്, അല്ലെങ്കിൽ ഒരു ന്യൂ ഇറ എന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ ഒരു പുത്തനായിട്ടുള്ള ഒരു കാര്യം വരിക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ നവോത്ഥാനം എന്ന് തന്നെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. നവം എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ എന്താണ്, പുതിയത് എന്നല്ലേ അർത്ഥം. അപ്പോൾ പുതിയതായിട്ടുള്ള കാര്യം, ഓക്കെ, എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു എന്താ പറയുക 17-18 നൂറ്റാണ്ടുകളിലൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, യൂറോപ്പിലെ എൻലൈറ്റ്മെൻ്റ് ഒക്കെ വരുന്നത്. അതായത് പുതിയ പുതിയ ആശയങ്ങൾ രൂപം പ്രാപിക്കുന്നത്, മനസ്സിലാവുന്നുണ്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് നമ്മുടെ സോഷ്യോളജി നമ്മൾ ഇന്ന് കാണുന്ന ഒരു സബ്ജക്റ്റ് എന്നുള്ള രീതിയിലൊക്കെ ഡെവലപ്പായി വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഡാർവിൻ്റെ എന്താണ് നമ്മുടെ എവല്യൂഷൻ തിയറി നിങ്ങൾ ഹിസ്റ്ററിയിൽ ഫസ്റ്റ് ചാപ്റ്ററിലൊക്കെ പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 10ാം ക്ലാസ്സിൽ ബയോളജി പഠിച്ചിട്ടുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ ഡാർവിൻ്റെ ആ ഒരു പരിണാമ സിദ്ധാന്തം, ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് എന്താ പറയുക, ഇങ്ങനെയുള്ള ആശയങ്ങളെല്ലാം സോഷ്യോളജി രൂപം പ്രാപിക്കുന്നതിലോട്ട്, അല്ലെങ്കിൽ ഒരു വിഷയമായി സോഷ്യോളജി മാറുന്നതിലോട്ട് വഴിനയിച്ച കുറേ ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ഐഡിയാസാണ്. ക്ലിയർ ആണല്ലോ. അപ്പം ഞാൻ പറഞ്ഞ പോയിൻറ്റ്സ് സയൻറ്റിഫിക് തിങ്കിങ് പറഞ്ഞു, പിന്നെ നമ്മുടെ വെസ്റ്റേൺ തിങ്കേഴ്സിൻ്റെ ആശയങ്ങളെ പറ്റി പറഞ്ഞു, അതുപോലെ തന്നെ നമ്മുടെ ഫ്രഞ്ച് റവല്യൂഷനെ പറ്റി പറഞ്ഞു, എൻലൈറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ നവോത്ഥാനത്തിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു, അതുപോലെ തന്നെ നമ്മൾ ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തം എവല്യൂഷണറി തിയറി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പോയിൻറ്റ്സ് ഒക്കെ ഉൾപ്പെടുത്തി വേണം നിങ്ങൾ ഈ ഒരു ടോപ്പിക്ക് എഴുതാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ പറയുന്ന വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ടോപ്പിക്കിനുള്ളിൽ പറയുന്നത് നമ്മുടെ ഈ ഒരു വെസ്റ്റേൺ തിങ്കേഴ്സിൻ്റെ വർക്ക്സ് ഒക്കെ എടുത്ത് നമ്മൾ നോക്കുന്ന ടൈമിൽ നമുക്ക് അന്നത്തെ സൊസൈറ്റി എന്താണ്, പിന്നെ പിൽക്കാലത്തുള്ള സൊസൈറ്റി എന്താണെന്നുള്ളതിനെ കുറിച്ചിട്ടൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ കാണുന്ന 2 പോയിൻറ്റ്സ് കണ്ടായിരുന്നു. എന്ന് പറയുമ്പോൾ പ്രീ മോഡേൺ സൊസൈറ്റിയും മോഡേൺ സൊസൈറ്റിയും. വേറെ ഒന്നുമില്ല, പ്രീ മോഡേൺ എന്ന് പറയുമ്പോൾ എന്താണ്, മോഡേണിറ്റിക്ക് മുന്നേ ഉള്ള സമൂഹം അല്ലേ. എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ള സമൂഹം എന്ന് വെച്ചാൽ പുരാതനമായിട്ടുള്ള സമൂഹം, അത്രേ അർത്ഥമുള്ളൂ കേട്ടോ. എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ള സമൂഹത്തിൽ ആരൊക്കെയായിരുന്നു, ഹണ്ടേഴ്സ്, ഗ്യാദറേഴ്സ് അല്ലേ, എന്ന് വെച്ചാൽ വേട്ടയാടി ജീവിക്കുന്നവർ, ഭക്ഷണം കളക്ട് ചെയ്യുന്നവർ, കൃഷി ചെയ്യുന്നവർ അല്ലേ, അങ്ങനെ ഇൻഡസ്ട്രിയൽ വർക്ക്സുകളൊന്നും ചെയ്യാതെ കൃഷി പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെയുള്ള ആൾക്കാരായിരുന്നു അന്നത്തെ പ്രീ മോഡേൺ സൊസൈറ്റിയിൽ, പുരാതനമായിട്ടുള്ള ആ ഒരു സൊസൈറ്റിയിൽ, സമൂഹത്തിൽ കാണപ്പെടുന്നത്. എന്നാൽ അതിനുശേഷം ഉണ്ടായ ഈ ഒരു എൻലൈറ്റ്മെൻ്റ് ഒക്കെ വന്നതിന് ശേഷമൊക്കെ ഉണ്ടായ ഒരു സൊസൈറ്റി എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, നല്ല മോഡേൺ ആയിട്ടുള്ള അല്ലേ ഒരു സൊസൈറ്റിയാണ്. എന്ന് പറയുമ്പോൾ ഇൻഡസ്ട്രിയലൈസ്ഡ് സൊസൈറ്റീസ് ആണ് അല്ലേ. എന്ന് പറയുമ്പോൾ കൂടുതൽ വ്യവസായശാലകൾ വരുന്നു, ട്രേഡ് വരുന്നു, ഇൻഡസ്ട്രി ബേസ് ചെയ്തുള്ള വർക്കുകൾ വരുന്നു അല്ലേ. അപ്പോൾ അങ്ങനെയുള്ളതാണ് മോഡേൺ സൊസൈറ്റി എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളും പോയിൻറ്റ്സും ഒക്കെയാണ് ഈ ഒരു ഇൻ്റലക്ച്വൽ ഐഡിയാസ് ദാറ്റ് വെൻറ്റ് ഇൻ ടു ദ മേക്കിംഗ് ഓഫ് സോഷ്യോളജി എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കിൽ അത് നമുക്ക് പഠിക്കാനായിട്ട് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് നമ്മുടെ സോഷ്യോളജി ഒരു ഡിസിപ്ലിനായിട്ട് ഡെവലപ്പ് ചെയ്യുന്നതിൽ സഹായകമായ മെറ്റീരിയൽ ഇഷ്യൂസ് എന്തൊക്കെയാണെന്നുള്ളതെ കുറിച്ചിട്ടാണ് കേട്ടോ.
ഓക്കെ. അപ്പോൾ ഈ മെറ്റീരിയൽ ഇഷ്യൂസിൽ നമ്മൾ പഠിക്കുന്നത് ഇൻഡസ്ട്രിയൽ റവല്യൂഷനെ പറ്റിയിട്ടാണ്. എന്ന് പറയുമ്പോൾ നമ്മുടെ ഇംഗ്ലണ്ടിൽ 18-ാം നൂറ്റാണ്ടിൽ ഉണ്ടായ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, ഓക്കെ, വ്യവസായ വിപ്ലവം എന്ന് പറയും. ഓക്കെ, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പറഞ്ഞ വേറൊന്നുമില്ല. ഈ ഒരു ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഇംഗ്ലണ്ടിൽ സ്റ്റാർട്ട് ചെയ്തത് മുതൽ അവിടെ പുതിയ പുതിയ വ്യവസായശാലകൾ ഒരുപാട് ഡെവലപ്പ് ചെയ്ത് വരാൻ തുടങ്ങി. മനസ്സിലാവുന്നുണ്ടോ? എന്ന് പറയുമ്പോൾ ഒരു ഇൻഡസ്ട്രിയലൈസേഷൻ അവിടെ നടക്കുകയാണ്. എന്ന് പറയുമ്പോൾ എന്താണ്, പല മേഖലകളിലുമായിട്ട് മെഷീൻസിൻ്റെ കടന്നുവരവ്, ഓക്കെ, അങ്ങനെയുള്ള എന്താണ് നൂതനമായിട്ടുള്ള കണ്ടുപിടുത്തങ്ങളുടെ ഒക്കെ ഒരു കടന്നുവരവാണ് അവിടെ സാധ്യമാകുന്നത്. പക്ഷേ ഇത് ഒരുപാട് ഇമ്പാക്റ്റ് നമ്മുടെ ബ്രിട്ടനിൽ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇതിനെക്കുറിച്ചിട്ട് ആക്ച്വലി നിങ്ങൾക്ക് ഹിസ്റ്ററിയിലൊക്കെ നന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഈ വർഷം തന്നെ നിങ്ങൾക്ക് പഠിക്കാനും ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ ഇൻഡസ്ട്രിയൽ റവല്യൂഷനെ പറ്റിയിട്ട്. ഇതൊരു നമ്മുടെ ക്യാപിറ്റലിസത്തിൻ്റെ ഒരു എക്സ്ട്രീം ഫോമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ്. ഓക്കെ, എന്ന് പറയുമ്പോൾ നമ്മുടെ ഇംഗ്ലണ്ടിൽ എന്ത് ചെയ്തു, ഒരുപാട് ഇൻഡസ്ട്രീസും കാര്യങ്ങളൊക്കെ വന്നു. അത്രത്തോളം ഇൻഡസ്ട്രിയലൈസ്ഡ് ആയി നമ്മുടെ സമൂഹം മൊത്തത്തിൽ. ഓക്കെ, മനസ്സിലാവുന്നുണ്ട്? അങ്ങനെ പണ്ടത്തെ പോലെ കൃഷിയോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമല്ല, മൊത്തത്തിൽ വ്യവസായവൽക്കരിക്കപ്പെട്ടു സമൂഹം എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇൻഫ്ലുവൻസോടുകൂടി നമ്മുടെ സോഷ്യോളജി എന്ത് ചെയ്യുന്നുണ്ട്, നല്ലൊരു ഡിസിപ്ലിനായിട്ട് ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, പിന്നെ നമ്മളിപ്പോൾ പഠിച്ച ഈ ഒരു 2 ടോപ്പിക്സ് ഉണ്ടല്ലോ, നമ്മുടെ ഇൻ്റലക്ച്വൽ ഐഡിയാസും മെറ്റീരിയൽ ഇഷ്യൂസും. ഇത് രണ്ടും ഒരുമിച്ച് നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് ഷോർട്ട് എസ്സേ ലെവലിലൊക്കെ ചോദിക്കാൻ ചിലപ്പോൾ കേട്ടോ. ഓക്കെ, എന്തായാലും ഒന്ന് വായിച്ച് വെച്ചേക്കൂ, നല്ലതാണ്.